സിറിയയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അവിടെയുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് HTS എന്ന് പറയുന്ന ഭീകരവാദ സംഘടന, കാലാകാലങ്ങളായി ഭീകരവാദ പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരവാദ സംഘടന അവിടെ അധികാരം പിടിച്ചെടുത്ത അതേ മുഹൂർത്തത്തിൽ ഇതാ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇസ്രയേൽ അവസരം മുതലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേൽ ഏകദേശം അതിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ 60 കിലോമീറ്ററോളം അകത്തേക്ക് കയറി അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. ആ ആക്രമണങ്ങൾ നടത്തിയത് അത് വിമത സേനയ്ക്കെതിരാണെന്നും അതുപോലെ തന്നെ വിമത സേനയുടെ കൈകളിൽ ഇസ്രയേൽ നേരത്തെ സഹായിച്ചപ്പോൾ നൽകിയിരുന്ന ആയുധങ്ങളും ഇസ്രയേൽ സൈന്യങ്ങളും ആയുധങ്ങളും ഒക്കെ അവിടെയുണ്ട്. ഈ ആയുധങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇസ്രയേൽ നൽകിയിട്ടുള്ള ആയുധവും ആയുധശേഖരവും അവർ സംരക്ഷിച്ചു നിലനിർത്തുക, അതൊക്കെ വിമത സേനകളുടെ കൈകളിൽ എത്തിച്ചേരാതെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ ഇടപെട്ടത് എന്നുള്ളതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ ഒക്ടോബർ 7-ന് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം ഇതാ മാറ്റി എഴുതാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഇസ്രയേൽ അതിന്റെ വിസ്തൃതി, അതിന്റെ സ്വാധീനം വലുതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രം നമ്മൾ സാവധാനം പരിശോധിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ലെബനൻ എന്ന് പറയുന്ന പ്രദേശം അവർ പൂർണ്ണമായും അധീനതയിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗാലൻ കുന്നുകളിൽ ഗാലൻ ഹൈറ്റ്സിൽ അവർ നേരത്തെ തന്നെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു. അവിടെ ഏതാണ്ട് അവരുടെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി. അന്ന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഗാസയിൽ നമുക്കറിയാം അവരുടെ സ്വാധീനം എത്രത്തോളം ഉറപ്പിച്ചു കഴിഞ്ഞു, ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് നമുക്കറിയാം. അപ്പൊ ചുരുക്കത്തിൽ ഓരോരോ പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ സേന കടന്നു കയറി ആ പ്രദേശങ്ങളൊക്കെ തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിറിയയിൽ ഉണ്ടായ പ്രശ്നം ഒരനുഗ്രഹമായി ഇസ്രയേൽ എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇപ്പോൾ ഈ നടത്തിയ വിമത നീക്കത്തിന് പിന്നിൽ അല്ലെങ്കിൽ വിമതർക്ക് പരോക്ഷമായി അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഒക്കെ സഹായം കിട്ടിയിരുന്നോ എന്നുള്ള അഭിപ്രായങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതൊരു അനുകൂല സാഹചര്യമായി ഇസ്രയേലിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി ഇസ്രയേൽ കാണുന്നു എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് അവർക്ക് ഒരു കൺസേൺ മാത്രമല്ല, ഒരു പ്രശ്നം മാത്രമല്ല, അവർക്ക് ഇതൊരു അവസരമായി കൂടി വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവസരം എന്ന് നോക്കിയാൽ എല്ലാവരും കരുതുന്ന പോലെ ഇത് തന്ത്രപരമായ അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള ഇസ്രയേലിന്റെ ഒരു ശക്തി നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ശക്തി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതിനകത്ത് മറ്റൊരു നിഗൂഢമായ ലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഗാലൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ധാരാളം എണ്ണ നിക്ഷേപമുള്ള ഒരു പ്രദേശമാണ്. ഇസ്രയേലിന് കുറേ വർഷങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ നിക്ഷേപം അവിടെ ഉള്ളതായി 2015 അമേരിക്കൻ പര്യവേഷകരും ഗവേഷകരും ചില കമ്പനികളും ഒക്കെ അവിടെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗാലൻ ഹൈറ്റ്സ് പിടിക്കുന്നതിന് പിന്നിൽ ഇവർക്ക് പ്രത്യേകമായി ഇസ്രയേലിന് പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെടിക്ക് പല പക്ഷി എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സിറിയൻ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ആയുധങ്ങൾ നശിപ്പിക്കാൻ എന്ന വ്യാജന അവിടെ കയറാം, അത് നശിപ്പിക്കാം. ഒപ്പം അവരുടെ പല പ്രദേശങ്ങളിലും തങ്ങൾക്ക് ആഗ്രഹമുള്ള പല പ്രദേശങ്ങളിലും അവരുടെ സൈന്യത്തിന് നിലയുറപ്പിക്കാൻ കഴിയും. ഇവിടെ എണ്ണ നിക്ഷേപമുള്ള ഈ പ്രദേശം ഗാലൻ ഹൈറ്റ്സ് അവരുടെ അധീനതയിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആഭ്യന്തരമായി അന്തർദേശീയപരമായി ഈ പല സ്ഥലങ്ങളിലും ഈ ഇസ്രയേൽ ഇടപെടുന്നതിന്റെ ഗൂഢലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇസ്രയേൽ ഈ ഓരോ പ്രദേശത്തും നമ്മൾ അതിന്റെ ചരിത്രം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാവധാനം ഒന്ന് പരിശോധിച്ചാൽ ഓരോ ആക്രമണം കഴിയും തോറും വിപുലപ്പെട്ട് വരുന്ന ഒരു ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതിൽ ലെബനൻ ആക്രമണമായാലും ഹമാസിനെതിരെയുള്ള ആക്രമണമായാലും വെസ്റ്റ് ബാങ്ക് ആക്രമണമായാലും ഇവിടെ എല്ലാം ഗാലൻ കുന്നായാലും ഇതെല്ലാം പിടിച്ചെടുക്കുക വഴി ഇസ്രയേൽ ഓരോ ദിനം കഴിയും തോറും ശക്തി ആർജിച്ചു വരികയാണ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് ചേർന്ന് പോകുന്നതോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ടുള്ള പരസ്പര സഹായത്തോടു കൂടി തീർച്ചയായിട്ടും ഇസ്രായേൽ അവിടെ കടന്നു കയറിയതിന് പിന്നിൽ ധാരാളം ഉദ്ദേശങ്ങളുണ്ട്.
അവര് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് പോയി തങ്ങളുടെ രാസായുധങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത. പലതരത്തിലുള്ള ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന അവിടെ അതിശക്തമായ ബോംബാക്രമണം നടത്തിക്കൊണ്ടാണ് അവിടെയുള്ള അവരുടെ കരുതൽ ശേഖരം നശിപ്പിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനത എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ട് തന്നെ മുമ്പ് തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്വന്തം ഭരണാധികാരി പോലും, ഈ പറയുന്ന ബഷർ അൽ അസദ് പോലും അവർക്കെതിരെ രാസായുധം പ്രയോഗിച്ച ഒരു ചരിത്രം, സരിൻ എന്ന് പറയുന്ന വിഷവാതകം രാസായുധം പ്രയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ 2016 നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോ ഈ ഇസ്രായേൽ പൂർണ്ണമായും ആ പ്രദേശത്തിൽ പല ഭാഗങ്ങളിലും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, അന്തർദേശീയ താല്പര്യങ്ങളുണ്ട്, ഒപ്പം സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ഗോലാൻ കുന്നുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന വൻ എണ്ണ നിക്ഷേപത്തെ തങ്ങളുടെ അധീനത്തിലാക്കുക കാലാകാലങ്ങളായി അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നല്ല ശക്തമായ രാഷ്ട്രീയമായി നിലനിന്നു പോകുന്നതിന് അത് ഇസ്രായേലിനെ സഹായിക്കുമെന്നുള്ള വലിയ തിരിച്ചറിവ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട്. സ്വാഭാവികമായും കിട്ടിയ അവസരം അവർ മുതലെടുത്തു. തങ്ങളുടെ ആയുധങ്ങൾ നശിപ്പിക്കാനെന്ന വ്യാജേന അവരവിടെ എത്തുകയും അത് നശിപ്പിക്കുകയും ഒപ്പം പ്രധാനപ്പെട്ട പല ചോക്ക് പോയിന്റ്സിലും പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും ഈ ബഫർ സോൺ എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന പല പ്രദേശങ്ങളിലും അവരെത്തി. ഈ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ശക്തികൾക്കിടയിൽ കിടക്കുന്ന ചെറിയ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറിക്കൊണ്ട് അവര് പ്രധാനപ്പെട്ട ചില പൊസിഷനുകൾ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുദിനം വിപുലം തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു വരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതും അവരുടെ അവനാഴിയിലെ ഒരസ്ത്രമായി മാറുന്നു എന്നുള്ളതാണ്.